Yo, what's up guys, I'm Sudev and welcome back to my channel Super Clips. Super Clips Entertainmentന്റെ മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഗൈസ്, വളരെയധികം സന്തോഷത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. സോ ഇന്ന് നമുക്ക് മാർവൽ സ്റ്റുഡിയോസിന്റെ വക 2 ഗിഫ്റ്റുകളാണ് കിട്ടിയിരിക്കുന്നത്. അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെയും ക്യാപ്റ്റൻ മാർവലിന്റെയും 2 30 സെക്കൻഡ് ദൈർഘ്യമുള്ള TV സ്പോട്സ്. സോ ഇന്ന് രാവിലെ 5 മണിക്ക് നടന്ന സൂപ്പർ ബൗൾ എന്ന് പറയുന്ന ഒരു ഗെയിമിലാണ് ഈ 2 ട്രെയിലേഴ്സും നമുക്ക് കിട്ടിയത്. സോ നമുക്ക് ഓൾറെഡി വിവരം കിട്ടിയിരുന്നു ഇങ്ങനെ ഒരു TV സ്പോട്ട് ഇറങ്ങുമെന്നുള്ളത്. സോ ഞാൻ 5 മണിക്ക് തന്നെ ഇരുന്ന് സംഭവമൊക്കെ കണ്ടു. സത്യം പറയാലോ, ഞാൻ അമ്പരന്ന് പോയി. കാരണം ഈ 30 സെക്കൻഡേ ഉള്ളൂ എങ്കിലും ഒരുപാട് പുതിയ ഫുട്ടേജസ്, ഒരുപാടെന്ന് വെച്ചാൽ എല്ലാം പുതിയ ഫുട്ടേജസ് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഒരുപാട് ഓസം ഫുട്ടേജസ് കിട്ടിയിരുന്നു. സോ ഗൈസ്, അതിൽ ഒരുപാട് ഈസ്റ്റർ എഗ്സ് ഉണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ TV സ്പോട്ടാണ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. ക്യാപ്റ്റൻ മാർവലിൽ ഞാൻ ചെയ്യുന്നതായിരിക്കില്ല, കാരണം ഇപ്പോൾ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിന് സമയം കിട്ടില്ല. സോ അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ ബിഗ് ഗെയിം TV സ്പോട്ടാണ് നമ്മൾ ഇന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ കോമിക്സ്, മൂവീസ്, ഗെയിംസ് റിലേറ്റഡായ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സോ ഗൈസ്, നമുക്ക് സ്പോയിലേഴ്സിനെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, ഈ ഒരു ക്ലിപ്പ് തുടങ്ങുന്നത് MCUവിലെ ചില ഷോട്ട്സ്, സ്പെസിഫിക്കലി ഡെസിമേഷൻ, അതായത് ആ സ്നാപ്പിന് ഇരയായ ആളുകളെ കാണിച്ചുകൊണ്ടുള്ള ഒരു ഷോട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവെഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ മരിച്ചുപോയ ക്യാരക്ടേഴ്സിനെയാണ് ആ ഷോട്ട്സിൽ കണ്ടിട്ടുള്ളത്. 1 സെക്കൻഡ് മാത്രമേ ആ ഷോട്ട്സിന് ധൈര്യം ഉണ്ടായിരുന്നുള്ളൂ. ശേഷം നമ്മൾ ന്യൂയോർക്ക് സിറ്റി ആണ് കാണുന്നത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ഒരു ബേസ്ബോൾ സ്റ്റേഡിയം, ഒരു കസീനോ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ ഇവിടെ ആകെ ഒരു നിശബ്ദത പടർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്നാപ്പ് കാരണമാണ്. അതായത് ഒരു പോസ്റ്റ് സ്നാപ്പ് രംഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്നാപ്പിൻ്റെ റിസൾട്ടാണ് ഈ ഒരു നിശബ്ദത. ശേഷം നമുക്ക് ഒരു ക്വാർട്ടേഴ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഓഫീസ് പോലെ തോന്നുന്നൊരു ഹാള് കാണുന്നുണ്ട്. അവിടെ ചില പോസ്റ്റേഴ്സ്, അതുപോലെ തന്നെ കുറച്ച് സൈഡിലായിട്ട് കുറച്ച് ആളുകളൊക്കെ നമുക്ക് കാണാം. സോ ഈ ആളുകളെ കണ്ടാൽ കുറച്ച് വയസ്സന്മാരെ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. സോ ഇത് അവെഞ്ചേഴ്സ് ആവാനുള്ള വഴിയില്ല, മറിച്ച് ഈ സ്നാപ്പിൻ്റെ ഭാഗമായിട്ട് ഉള്ള എന്തെങ്കിലും മീറ്റിങ്ങോ, അതായത് ഈ സ്നാപ്പിൽ ആളുകൾ മരിച്ചതിനെ തുടർന്നുള്ള എന്തെങ്കിലും ഒരു കൂടിക്കാഴ്ച, അല്ലെങ്കിൽ അങ്ങനെ ദുരിതാശ്വാസ പ്രവർത്തനം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാനാണ് ചാൻസസ്. ഓക്കെ അല്ലേ? മാത്രവുമല്ല, ഇവിടുത്തെ ഈ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്ന ഈ വാചകമൊക്കെ കണ്ടിട്ട് പല ഫാൻസും പറയുന്നത് ഇവിടെ ഓൾറെഡി ടൈം ജമ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇൻഫിനിറ്റി വാറിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയായിട്ടാണ് ഇവർ പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ. ശേഷം നമ്മൾ ഏകദേശം നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ളൊരു ഹാളിൽ സ്റ്റീവ് റോജേഴ്സ് നിൽക്കുന്നത് കാണുന്നുണ്ട്. പുള്ളി എന്തോ ഒരു തീരുമാനം, അല്ലെങ്കിൽ എന്തോ ഒരു സംസാരം എന്തോ കേട്ടിട്ട് ഒരു തരം പുച്ഛഭാവത്തിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക നിരാശാഭാവത്തിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ചില ഗോഷ്ടിയൊക്കെ കാട്ടുന്നുണ്ട് വായുണ്ട്. സോ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ചില കസേരയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അത് നേരത്തെ സീനിൽ നമ്മൾ കണ്ടതാണ്. ശേഷം നമുക്ക് പറയാനുള്ളതൊരു മാസ് സീൻ തന്നെയാണ്. അതായത് നമ്മുടെ ടോണി സ്റ്റാർക്കും അതുപോലെ തന്നെ നെബുലയും ബെനറ്റാർ ഷിപ്പിൽ ഭയങ്കര വർക്കിങ്ങിലാണ്. ടോണി എന്തോ വെൽഡ് ചെയ്യുന്നത് കാണാം. നെബുലയും ഒരു കട്ടിംഗ് പ്ലെയറോ എന്തോ അങ്ങനത്തെ എന്തോ സാധനം പിടിച്ചുകൊണ്ട് എന്തോ ചെയ്യുന്നുണ്ട്. സോ ഒന്നുകിൽ ഇത് ടോണി സ്റ്റാർക്ക് ഒരു പുതിയ സ്യൂട്ട് ഉണ്ടാക്കുകയായിരിക്കും, അല്ലെങ്കിൽ തൻ്റെ ഉള്ള സ്യൂട്ട് നേരെയാക്കുകയായിരിക്കും. അതുമല്ലെങ്കിൽ ഇവർ ബെനറ്റാർ ഷിപ്പിലുള്ള കേടുപാടുകൾ ശരിയാക്കുകയായിരിക്കും. സോ എന്തോ ഒരു ആംഗിളിൽ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് നെബുലയുടെ കയ്യിലുള്ള ആ ഒരു സംഭവം ടോണിയുടെ ആ ഒരു കേടായ ഫേസ് പ്ലേറ്റ് പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയോ എനിക്കറിയില്ല. ഓക്കെ, ഈ സീനിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MCUവിലെ ചരിത്രം ആവർത്തിക്കുകയാണ് ഇവിടെ. അത് ഇത്തിരി കോമഡി ആണെങ്കിൽ കൂടി സംഗതി സത്യമാണ്. അതായത് ആലോചിച്ച് നോക്കുക ഗൈസ്, ഏത് നിമിഷവും മരിക്കാവുന്ന ടോണി സ്റ്റാർക്ക് ബ്ലാക്ക് ബനിയൻ ധരിച്ചുകൊണ്ട് ചില ആക്രി സാധനങ്ങൾ കൊണ്ട് എന്തോ ഉണ്ടാക്കുന്നു. തൊട്ടപ്പുറത്ത് മൊട്ടത്തലയുള്ളൊരു പേഴ്സൺ ഇയാളെ സഹായിക്കുന്നു. കൂടെയുള്ളത് ഒരു പെണ്ണാണ്. ഇവർ നിൽക്കുന്നത് ഒരു സ്പേസ് ഷിപ്പാണ് എന്നുള്ള കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ 2 സീൻസ്, അതായത് അയൺമാൻ ഫസ്റ്റിലെയും ഈ ട്രെയിലറിൽ കണ്ട ഈ ഒരു സീനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, നിങ്ങൾക്ക് കാണാമല്ലോ. സോ ഇവിടെ തന്നെ നമുക്ക് മാർവലിൽ ഒരു ഹിന്റ് തന്നിരിക്കുകയാണ്. അതായത് ടോണി സ്റ്റാർക്ക് എന്തോ ഒരു പുതിയ സംഭവം ഉണ്ടാക്കാൻ പോവുകയാണെന്നുള്ളൊരു ഹിന്റ് നമുക്ക് മാർവലിലൂടെ പറയാതെ പറയുന്നുണ്ട്. ഓക്കെ,
സോ ഇവിടെ ടോണി സ്റ്റാർക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു സൂട്ട് ഉണ്ടാക്കുകയാണെന്നോ അല്ലെങ്കിൽ തൻ്റെ ഉള്ള സൂട്ട് നേരെയാക്കുകയാണെന്നോ എന്നേ പറയാനാവുള്ളൂ, മറ്റൊന്നും പറയാൻ കഴിയില്ല. അപ്പം ഇതൊരു പുതിയ ആർമർ ആണെങ്കിൽ പിന്നെ ടോണി 80 അടുത്ത് പോയിട്ട് പുതിയ ആർമർ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഒന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ ഇൻഫിനിറ്റി ഗോൺലെസ് ആണെങ്കിൽ ഓക്കെ. എന്തായാലും എനിക്ക് ഈ സീൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. ശേഷം നമ്മൾ അവെഞ്ചേഴ്സ് ഫെസിലിറ്റിയാണ് കാണുന്നത്. സോ രാത്രി സമയമാണ്, പറയാൻ പറ്റില്ല കേട്ടോ, ചിലപ്പോൾ മൂവി വരുമ്പോൾ രാത്രി പകലായി മാറും. അത് ഈ മാർവലിൻ്റെ ഒരു VFXന്റെ പ്രശ്നമാണ്. ഓക്കെ, ഒരു ഗ്യാരണ്ടി ഇല്ല അത് രാത്രിയാണെന്നുള്ളതിന്. എന്തായാലും ഇവിടെ നമ്മുടെ സ്റ്റീവ്, നട്ടാഷ, ബാനർ പിന്നെ റോഡി ഇവർ പുറത്തിറങ്ങി ആകാശത്ത് എന്തോ നോക്കുകയാണ്. സോ ചില ഫാൻസ് പറയുന്നു ഇത് ടോണി സ്റ്റാർക്കും നെബുലയും ഭൂമിയിലേക്ക് വരുന്ന സീനാണെന്ന്. അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മേ ബി പെപ്പർ പോട്ട്സിൻ്റെ സീനാവും. അതായത് പെപ്പർ പോട്ട്സ് തൻ്റെ റെസ്ക്യൂ ആർമറിൽ ഒന്നുകിൽ എൻട്രി ചെയ്യുന്ന സീന് അല്ലെങ്കിൽ ടോണിയെ അന്വേഷിച്ച് സ്പേസിലേക്ക് പോകുന്ന സീനാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഇത് ടോണിയും നെബുലയും വരുന്ന സീനാണെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ഞാൻ അവസാനം പറയുന്നതായിരിക്കും, ഈ വീഡിയോയുടെ അവസാനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, നെക്സ്റ്റ് ഷോട്ട് നമ്മൾ കാണുന്നത് റോക്കറ്റിൻ്റെതാണ്. ഇതൊരു ഓസം സീൻ തന്നെയാണ്. കാരണം ഇവിടെ റോക്കറ്റ് ധരിച്ചിരിക്കുന്ന ആ ഒരു വസ്ത്രം, ആ ഒരു സൂട്ട്, അത് സത്യം പറഞ്ഞാൽ കോമിക്സിൽ നമ്മുടെ റോക്കറ്റ് റക്കൂൺ ധരിക്കുന്ന സൂട്ടാണ് ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയിൽ. അതായത് ഒരു കൈലേസ്, ഒരു ജാക്കറ്റ്, അതൊക്കെ. സോ അതൊരു വലിയ ഈസ്റ്റർ എഗ് തന്നെയാണ്. നമ്മുടെ കോമിക്സിൻ്റെ ആ ഒരു കോമിക്സിലെ ആ ഒരു വസ്ത്രം അവർ കടമെടുത്തിരിക്കുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റോക്കറ്റ് നിൽക്കുന്ന ലൊക്കേഷൻ. ഇത് അവെഞ്ചേഴ്സ് ഫെസിലിറ്റി അല്ല. കാരണം അവെഞ്ചേഴ്സ് ഫെസിലിറ്റിയുടെ അടുത്ത് പാറക്കെട്ടൊന്നുമില്ല. പക്ഷേ ഇതിൽ നമ്മൾ റോക്കറ്റിൻ്റെ പിന്നിൽ ചെറിയ പാറക്കെട്ടൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള സാധ്യത എന്ന് പറയുന്നത് വക്കാണ്ട ആവാനാണ്. പക്ഷേ എനിക്കതോ വക്കാണ്ടയോട് അത്ര ഒരു ഇത് തോന്നുന്നില്ല. കാരണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റോക്കറ്റിന് എങ്ങനെ ഈ വസ്ത്രം കിട്ടി എന്നുള്ളതാണ്. അവെഞ്ചേഴ്സ് ഫെസിലിറ്റിയിലായിരുന്നെങ്കിൽ ജസ്റ്റ് ഫ്രൈഡേ വരും, ഒന്ന് സ്കാൻ ചെയ്യും, അതിനുശേഷം ഒരു 5 മിനിറ്റിനുള്ളിൽ ഒരു പുതിയ അടിപൊളി ആർമർ ഉണ്ടാക്കി കൊടുക്കും. ഇതൊരുമാതിരി കൈലേസും പഴയ ജാക്കറ്റും ഒക്കെ ഇട്ടിട്ട് ഉറപ്പില്ല, ആവില്ല. ഓക്കെ, സോ ഇത് അവെഞ്ചേഴ്സ് ഒന്നും കൊടുത്ത വസ്ത്രമാവാനുള്ള യാതൊരു ചാൻസും ഞാൻ കാണുന്നില്ല. സോ ഗൈസ്, ഒരു പോസിബിലിറ്റി ഇത് മേ ബി ഒരു ഫ്ലാഷ് ബാക്ക് സീൻ ആവാം. അതായത് നമ്മളെ അവെഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ ഗമോറ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണുന്നുണ്ടല്ലോ. പണ്ട് തന്നെ താനോസ് റിക്രൂട്ട് ചെയ്ത ഒരു സീൻ ഗമോറ കാണുന്നുണ്ടല്ലോ. അതേപോലെ റോക്കറ്റ് കാണുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കാം ഇത്. സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂട്ടിനെ റോക്കറ്റ് ആദ്യമായി കാണുന്ന സീൻ, അല്ലെങ്കിൽ ഗ്രൂട്ടും റോക്കറ്റും തമ്മിൽ കണ്ടുമുട്ടുന്ന സീൻ, അതുമല്ലെങ്കിൽ ഗ്രൂട്ടും റോക്കറ്റും തമ്മിലുള്ള എന്തെങ്കിലും ഒരു മെമ്മറി, അതായിരിക്കാം ഇവിടെ ആലോചിക്കുന്നത്. ഓക്കെ അല്ലേ? ചാൻസ് ആണ് കേട്ടോ ഗൈസ്, ഞാൻ പറയുന്നതാണ്, മറ്റാരും പറഞ്ഞതല്ല, ഞാൻ തന്നെ പറയുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഒന്നുകിൽ ഫ്ലാഷ് ബാക്ക് ആവാം, അല്ലെങ്കിൽ ടൈം ട്രാവൽ ആവാം. ബട്ട് ഫ്ലാഷ് ബാക്ക് ആണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒപ്പീനിയൻ. ശേഷം നമുക്ക് നമ്മുടെ നടാഷ അവെഞ്ചേഴ്സ് ഫെസിലിറ്റിയിൽ ട്രെയിൻ ചെയ്യുന്നത് കാണാൻ കഴിയും. ഇവളുടെ ആ ഒരു ഷൂട്ടിംഗ് സ്കില്ലും ആ ഹെയർ സ്റ്റൈൽ, പുതിയ ഹെയർ സ്റ്റൈലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ശേഷമുള്ളത് ഒരു ഓസം സീൻ തന്നെയാണ്. അതായത് നമ്മുടെ അവെഞ്ചേഴ്സ് ഫെസിലിറ്റിക്കുള്ളിൽ ആൻഡ്മാനും വാർ മെഷീനും ഉണ്ട്. സോ ഗൈസ്, ഈ ഒരു സീനിൽ നിന്ന് തന്നെ നമുക്ക് ഉറപ്പായി നമ്മളെ ടീസർ ട്രെയിലറിൽ ഉണ്ടാക്കിയ ഒരു അസംഷൻ തെറ്റായിരുന്നു എന്നുള്ളത്. അതായത് ഒരുപാട് പേര് പറഞ്ഞു ആൻഡ്മാൻ ടൈം ട്രാവൽ ചെയ്ത് പഴയൊരു കാലത്തെ ഫുട്ടേജാണ് അതിൽ കാണിച്ചതെന്ന് പറഞ്ഞു. ബട്ട് ഇവിടെ ആൻഡ്മാനെ അവെഞ്ചേഴ്സ് ഫെസിലിറ്റിക്കുള്ളിൽ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പായി, പഴയ ഫുട്ടേജ് ഒന്നുമല്ല, മറിച്ച് അത് കറക്റ്റ് ഈ ഒരു സമയത്ത് തന്നെ നടക്കുന്ന ഫുട്ടേജ് ആണെന്ന്. അങ്ങനെ തന്നെ ആവണം. ഓക്കെ, മാത്രവുമല്ല ആ വാർ മെഷീൻ്റെ സൂട്ട് നമ്മൾ കോൺസെപ്റ്റ് ആർട്ടിൽ കണ്ട ആ ഒരു സൂട്ടിനോട് വലിയ റിസംബ്ലൻസ് ഇല്ലെങ്കിലും അവെഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ കണ്ട സൂട്ടല്ല ഇത്. ആ ആർക്ക് റിയാക്ടറിനും അതുപോലെ തന്നെ ഷോൾഡറിനും ഒക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. സോ ഇവിടെ ഇവർ ആരെയോ അല്ലെങ്കിൽ എന്തിനെയോ നോക്കിക്കൊണ്ട് സൂട്ടപ്പ് ആവുകയാണ്. അത് തങ്ങളുടെ മാസ്ക് ഇടുകയാണ്. ഒന്നുകിൽ ഒരു ശത്രുവിനെ കണ്ടിട്ടാവാം, അതല്ലെങ്കിൽ പിന്നെ പോരാട്ടത്തിന് പോകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഷോ ഓഫ് പോലെ. ഓക്കെ, മേ ബി നമ്മുടെ ക്യാപ്റ്റൻ്റെ പഞ്ച് ഡയലോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. ഓക്കെ, സോ എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ആൻഡ്മാൻ നമ്മുടെ ക്വാണ്ടം റയൽമിൻ്റെ വഴിയിൽ വന്നിട്ടുണ്ട്. സോ മേ ബി ഇപ്പോൾ തന്നെ അവെഞ്ചേഴ്സിനോട് ടൈം വോർട്ടെക്സിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ശേഷം നമ്മൾ തോറിനെയാണ് കാണുന്നത്. ആദ്യം ഫേസിൻ്റെ ക്ലോസപ്പാണ്, പിന്നീട് പിന്നിൽ നിന്നുള്ള ഒരു ഷോട്ട്. ഈ ഷോട്ട് നമ്മളെ കുറച്ചൊന്ന് കുഴക്കി. കാരണം എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായില്ല. ഇവിടെ തോറ് തൻ്റെ സ്റ്റോം ബ്രേക്കർ പിടിച്ചുകൊണ്ട് എന്തിൻ്റെയോ ഉള്ളിൽ നിന്ന്, എന്തോ സംഭവത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ കുറേ അസംഷൻസ് ഇപ്പം തന്നെ ഉണ്ട്. ഒന്നാമത് ചില ആളുകൾ പറയുന്നു ഇത് താനോസിൻ്റെ ടൈറ്റൻ 2 എന്ന് പറയുന്ന പ്ലാനറ്റ് ആവാന്ന്. ബട്ട് ഞാൻ അതിനോട് വല്ലാതെ യോജിക്കുന്നില്ല. സമ്മതിച്ചു, ബാക്ക്ഗ്രൗണ്ടിൽ പച്ചപ്പുണ്ട്, സംഭവമുണ്ട്, ഒക്കെ ഉണ്ട്, ഇത് കണ്ടാൽ ഒരു സ്പേസ് ഷിപ്പ് പോലെ ഉണ്ട് എന്നുള്ളത്.
ആദ്യത്തെ കാര്യം, നമ്മൾ ഈ ട്രെയിലർ അല്ലെങ്കിൽ കെവിൻ ഫൈഗി നമ്മളോട് പറഞ്ഞു ട്രെയിലറിൽ കാണിക്കുന്ന ഫൂട്ടേജസ് ഒക്കെ ഫസ്റ്റ് ഒരു 20 മിനിറ്റ്സിലുള്ള ഫൂട്ടേജസ് ആവുന്നു. ഈ ഒരു 20 മിനിറ്റ്സിൽ തന്നെ നമ്മുടെ തോറ് താനോസിനെ അന്വേഷിച്ച് പോകുമെന്നുള്ളത് എനിക്ക് വലിയ ഉറപ്പില്ല ഗൈസ്. മാത്രമല്ല തോറിന് ബൈഫ്രോസ്റ്റ് ഉണ്ടല്ലോ, സോ ഏത് സമയത്ത് വേണമെങ്കിലും താനോസിനെ അന്വേഷിച്ച് പോകാം. ഈ സ്നാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ താനോസിനെ ഒറ്റയ്ക്ക് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. രണ്ടാമത് ചിലർ പറയുന്നു ഇത് വക്കാണ്ട ആവാന്ന്, അതായത് തോർ നിൽക്കുന്നത് ആ ഒരു വക്കാണ്ടയിലുള്ള ആ കുറേ വിചിത്ര രൂപികളായ ബിൽഡിങ്സ് ഉണ്ടല്ലോ അതിന് എന്തെങ്കിലും ഉള്ളിലാവും നിൽക്കുന്നത് എന്ന് ചിലർ പറയുന്നുണ്ട്. എനിക്ക് ചെറുതായിട്ട് സംശയം വരുന്നത് ഇത് നോർവേ ആണോ എന്നാണ്. അതായത് നോർവേ അറിയാലോ, നമ്മുടെ തോർ റാഗ്നറോക്കിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് തോറ് പുതിയ ആസ്ഗാർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന സ്ഥലമാണ് നോർവേ. സോ ഇപ്പോൾ ഉള്ള ചില ഫാൻ തിയറീസ് അനുസരിച്ച് ബാക്കിയുള്ള അസ്ഗാർഡിയൻസ്, അതായത് ആ 25% അസ്ഗാർഡിയൻസും ഉള്ളത് നോർവേയിലാണെന്നാണ് പറയുന്നത്. സോ മേ ബി അവരെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും തോർ വന്നത്. ഓക്കെ, പോയിക്കോട്ടെ. പക്ഷേ ഈ ഒരു 15 മിനിറ്റിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പോസിബിലിറ്റി ഉള്ളത് വക്കാണ്ട ആവാനാണ്. ടൈറ്റൻ 2 ആവാം കേട്ടോ, നമുക്കറിയില്ല. ഓക്കെ, നമുക്കറിയില്ല, മൂവി കണ്ടാലേ മനസ്സിലാവുകയുള്ളൂ. ശേഷം നമ്മൾ നമ്മുടെ ക്ലിൻറ്റ് അഥവാ റോണിനെയാണ് കാണുന്നത്. സോ ഇവിടെ റോണിൻ എന്ന് പറയാൻ കഴിയില്ല, കാരണം ഏകദേശം നമ്മുടെ ആ ഹോക്കയോട് റിസംബ്ലൻസ് ഉള്ള ഒരു രൂപത്തിൽ തന്നെ നിൽക്കുന്നത്, അമ്പും വില്ലും സംഭവമൊക്കെ കൊണ്ട്. സോ ഇവിടെ ഒരു ഗുഹ അല്ലെങ്കിൽ ഒരു കാട്, ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പതുങ്ങി പതുങ്ങി വരികയാണ് നമ്മുടെ റോണിൻ അല്ലെങ്കിൽ ഹോക്കൈ. അപ്പം ഒന്നുകിൽ ആരെയോ ഫോളോ ചെയ്തു വന്നതാണ്, അല്ലെങ്കിൽ ആരെയോ ആക്രമിക്കാൻ പോവുകയാണ്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മളെ ക്ലിൻറ്റിൻ്റെ മുഖത്തൊരു ചുവന്ന വെളിച്ചം കാണാം, എവിടുന്നോ ചുവന്ന വെളിച്ചം വരുന്നുണ്ട്. സോ എന്താണ് ഈ ചോപ്പെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഈ ഒരു 30 സെക്കൻഡ് ട്രെയിലർ തുടങ്ങിയപ്പോഴും അതെ, ആ പഴയ ഫുട്ടേജസ് കാണിച്ചപ്പോഴും ചോപ്പ് നല്ലോണം എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഓ എൻ്റെ മാർവൽ. ശേഷം നമ്മുടെ ക്യാപ്റ്റൻ ഷീൽഡ് പിടിച്ച് നിൽക്കുന്ന ഒരു രംഗമാണ്. ഓയേ, ഷീൽഡ് എടുത്തേ. സോറി ഗൈസ്. ഓക്കെ, ഇവിടെ എന്തായാലും ഒരു പോരാട്ടം നടക്കുന്നതിൻ്റെ സൂചനകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എന്നെ ചിന്തിപ്പിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ്റെ കയ്യിൽ എന്താ പറയുക, ഒരു തരം കരിവാളിപ്പ്, അതായത് ഒരു ഡാർക്കായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും ഡാർക്കായിട്ടുള്ള ഒരു വേഷമൊക്കെയാണ്. മേ ബി നമ്മുടെ വക്കാണ്ടയിൽ നിന്ന് എത്തിയതിന് തൊട്ട് ശേഷമുള്ള സീനായിരിക്കാം ഇത്. അതായത് വക്കാണ്ടയിൽ നിന്ന് വന്നതിന് ശേഷം നമ്മുടെ റോഡിയോ അങ്ങനെ ആരെങ്കിലും പഴയ ഷീൽഡ് എടുത്ത് കൊടുക്കുന്നു. സോ ക്യാപ്റ്റൻ അമേരിക്ക ഒന്നും കൂടി ആ ഷീൽഡ് ഇടുന്നു, എന്നിട്ട് അതൊക്കെ ഒന്ന് ടൈറ്റ് ആക്കിയൊക്കെ ഒന്ന് വെക്കുന്നു. സോ അങ്ങനെ ആയിരിക്കാം, കാരണം 15 മിനിറ്റിനുള്ളിൽ ഇതൊക്കെ കാണിക്കണ്ടേ. പോരാട്ടം ആവാനുള്ള ചാൻസസ് ഒന്നും ഇല്ല. ഇവിടെ ഇപ്പോൾ പഴയ ഷീൽഡ് തന്നെയാണ്. ഇനി വേറെ വല്ല ഷീൽഡും, അതായത് നമുക്ക് സ്പൈഡർമാൻ ഹോം കമ്മിയിൽ നിന്ന് വിവരം കിട്ടിയ ആ ഒരു പ്രോട്ടോടൈപ്പ് ഷീൽഡ് ഇതിൽ ക്യാപ്റ്റൻ അമേരിക്ക ഉപയോഗിക്കുമോ എന്നുള്ള കാര്യം വലിയ നിശ്ചയമൊന്നുമില്ല. ഹൂ നോസ്. ശേഷം എന്തായാലും ഒരു ഓസം ഷോട്ട് തന്നെയാണ്. അതായത് നമ്മുടെ ടീസർ ട്രെയിലറിൽ നമ്മൾ കണ്ട ആ പ്രഭാത ദൃശ്യം, അതിൻ്റെ യഥാർത്ഥ VFX കൂടി നമ്മൾ കണ്ടു. സത്യത്തിൽ അത് VFXൻ്റെ കളി തന്നെ ആയിരുന്നു എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എനിക്കും ട്രെയിലർ കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു എന്തിനാ ഇപ്പോൾ ഇവിടെ വെറുതെ ഇങ്ങനെ ഒരു ഷോട്ട് കൊടുക്കുന്നതെന്ന്. ഓക്കെ അല്ലേ? സോ അതായത് ശരിക്കും അവിടെ ആ അവഞ്ചേഴ്സ് ഇങ്ങനെ നടന്നു നീങ്ങുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അവരത് ടീസർ ട്രെയിലറിൽ മായ്ച്ച് കളഞ്ഞതാണ്. ഓക്കെ, സോ എന്താ ഇവർ ഒന്നുകിൽ ഇവിടെ ഒരു പോരാട്ടത്തിന് പോകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇവിടുത്തെ ആളുകളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞുതരാം. മുമ്പിൽ പോകുന്നത് ക്യാപ്റ്റൻ അമേരിക്ക, തൊട്ട് ബാക്കിൽ തോറ്, പിന്നെ ബ്ലാക്ക് വിഡോ, പിന്നെ റോക്കറ്റ്, പിന്നെ ആൻഡ്മാൻ, പിന്നെ വാർ മെഷീനും വാർ മെഷീൻ്റെ കൂടെ തന്നെ ബാനറും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർ പോരാട്ടത്തിനാണ് പോകുന്നത് എങ്കിൽ ബാനറിൻ്റെ വേഷത്തിലാവാനുള്ള ചാൻസസ് ഇല്ല. പ്രൊഫസർ ഹൾക്ക് ആവാനാണ് ചാൻസ്. സോ ഇവിടെ പ്രൊഫസർ ഹൾക്കിനെ അല്ല കാണിച്ചിരിക്കുന്നത്. ഒന്നുകിൽ VFX ആവാം, അല്ലെങ്കിൽ ഇതൊരു പോരാട്ടം ആവാനൊന്നും ചാൻസ് ഇല്ല. മേ ബി ഇവർ ക്വാണ്ടം റൈമിൽ കയറാൻ പോവായിരിക്കും. ഓക്കെ, സോ ഗൈസ് ഇവിടെ നമ്മൾ കണ്ട ഫുട്ടേജസ് ഒക്കെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ ഫസ്റ്റ് ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിലുള്ളതാണെന്നാണല്ലോ കെവിൻ ഫൈഗി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളും അങ്ങനെ തന്നെ വിശ്വസിക്കാം. അപ്പോൾ നമ്മൾ ആ രാത്രി സീനിലേക്ക് തിരിച്ചു പോകാം. സ്റ്റീവ് റോജേഴ്സ് ഉൾപ്പെടെയുള്ളവർ ആകാശത്ത് എന്തോ കണ്ടുകൊണ്ട് നടന്നെടുക്കുന്നു. സോ ഗൈസ് ഇത് ടോണിയും നെബുലയും വരുന്ന സീനാണെങ്കിൽ ഒറ്റ ഡൗട്ട്, അതായത് ഈ ഒരു 20 മിനിറ്റ് സമയത്തിനുള്ളിൽ ഓക്സിജനും മറ്റു സംഭവങ്ങൾക്കൊക്കെ പരിഹാരം കണ്ട് സൂട്ട് നേരെയാക്കി സ്പേസിൽ നിന്ന് വഴി കണ്ടുപിടിച്ച് ടോണി വരിക, അതായത് ഭൂമിയിലേക്ക് വരിക, ഈ ഒരു 20 മിനിറ്റ് കൊണ്ട് അവർ മൊത്തം കാണിക്കുന്നു എനിക്ക് വലിയ വലുതായിട്ട് തോന്നുന്നില്ല. ബാക്കിയുള്ള സീൻസും കാണിക്കണ്ടേ? സോ ഈ ഒരു സീൻസ് തന്നെ കുറേ ഉണ്ട്. സോ ഇതൊക്കെ കൂടി ഈ ഒരു 20 മിനിറ്റിനുള്ളിൽ നടക്കും എന്നുള്ളത് എനിക്ക് വലിയ ഉറപ്പില്ല. ഇനി അവർ വല്ലതും അടിച്ചുവിട്ട് കാണിക്കുമോ? ആയിക്കോട്ടെ. എന്നാലും നമുക്കൊരു 10% ഒരു 20% ഞാൻ ചാൻസ് കൊടുക്കുന്നുണ്ട് ടോണിയും നെബുലയുമാണ് ഇത് എന്നുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതൽ ചാൻസ് പറയുന്നത് ഇത് പെപ്പർ പോട്ട്സ് ആവാന്നുള്ളതാണ്. അതായത് പെപ്പർ പോട്ട്സ് എൻ്റെ റെസ്ക്യൂ ആർമറിൽ വരുന്നു, അതിനുശേഷം ടോണിയെ അന്വേഷിച്ചുകൊണ്ട് സ്പേസിലേക്ക് പോകുന്ന സീനാവാം ഇത്. ഓക്കെ,
നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. ഇനി മൂവി ഇറങ്ങിയിട്ട് അതല്ലെങ്കിൽ എന്നെ ഒന്ന് ചീത്ത വിളിക്കരുത്. ഓക്കെ, ഞാൻ എൻ്റെ ഡൗട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ടോണിയും നെബുലയും ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, സോ ഗൈസ്, വളരെ നല്ല ഒരു ക്ലിപ്പ് തന്നെയായിരുന്നു. 30 സെക്കൻഡേ ഉള്ളൂ എങ്കിലും കുറേയേറെ കാര്യങ്ങൾ നമുക്ക് കിട്ടി. സോ നമുക്ക് ആൻഡ്മാനെ പറ്റി വിവരം കിട്ടി, റോക്കറ്റിനെ പറ്റി ഒരു മിസ്റ്ററി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുള്ളത്. റോക്കറ്റ് എന്തിനു വേണ്ടിയാണ് പഴയ സൂട്ട് ധരിച്ചിരിക്കുന്നത്? ഓക്കെ, സോ ഈ 20 മിനിറ്റ് ഫുട്ടേജസ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിതിൽ ക്വാണ്ടം റൈം സൂട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണുന്നത്. താനോസിനെയും സ്പെസിഫൈ ചെയ്ത് മൂവിയിൽ കാണിക്കണമെന്നില്ല. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു 30 സെക്കൻഡ് ക്ലിപ്പിൻ്റെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. സോ ഇതിൽ ഞാൻ എന്തെങ്കിലും കാര്യം വിട്ടുപോയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാൻ മതിയായിരിക്കും. ദിസ് ഇസ് സുദേവ് കൃഷ്ണൻ സൈനിങ് ഔട്ട് ഫ്രം സൂപ്പർ ക്ലിപ്സ്.